നമസ്കാരം. ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. കേരള ഗവൺമെന്റിന്റെ ഒരു ഏജൻസി വഴി ജപ്പാനിലേക്കും ജർമ്മനിയിലേക്കും ഒക്കെ നടക്കുന്ന ചില അവസരങ്ങൾ, ചില റിക്രൂട്ട്മെന്റുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ജപ്പാനിലേക്ക് മാത്രം 4 വിവിധ റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നുണ്ട്. ഗവൺമെന്റ് ഏജൻസി വഴി ആയതുകൊണ്ട് തന്നെ വലിയ പണച്ചെലവില്ലാതെ അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായി ഒരുപക്ഷെ ഈ അവസരങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. ഓർക്കും ആ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അവസരങ്ങളുണ്ട് എന്നുള്ള കാര്യം. ഈ കാര്യങ്ങൾ, ഈ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഓർക്കുക, ഈ ജപ്പാനിൽ ലഭ്യമായിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്കീമിലൂടെ ലഭ്യമായിരിക്കുന്ന മറ്റ് 2 റിക്രൂട്ട്മെന്റ് അവസരങ്ങളുണ്ട്. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് മറ്റ് ചില വീഡിയോകളിൽ മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതും പരിശോധിക്കാവുന്നതാണ്. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തരുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടിയോ ജോബ് സൈറ്റിലൂടെയോ ഒക്കെ ജോലി തരാവുന്നതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ജർമ്മനിയിലെയും ജപ്പാനിലെയും അവസരങ്ങൾ വിശദമാക്കുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലുമൊക്കെ കോഴ്സ് പഠിച്ച് ഒരു ജോലിയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരുപക്ഷെ സഹായകരമായ ചില അവസരങ്ങൾ ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ഇക്കാലത്ത് വലിയ ഡിമാൻഡുള്ള ചില കോഴ്സുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. QA/QC, NDT, ഓയിൽ ആൻഡ് ഗ്യാസ്, MEP, അത് തുടങ്ങിയിട്ട് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, CAD, ഇന്റീരിയർ ഡിസൈന്, CNC, BIM, ഇങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾ. അത് 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും ഡിപ്ലോമയും BTechും എഞ്ചിനീയറിംഗും ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞവർക്ക് വിവിധ കോഴ്സുകൾ പഠിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു കോഴ്സുകളൊക്കെ ഓഫർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് കൊച്ചിയിലും കോഴിക്കോടും ഒക്കെ ഓഫ്ലൈൻ ട്രെയിനിങ് നൽകുന്ന ആസ്ട്രോപ്പ് എന്നുള്ള ഒരു സ്ഥാപനം. ഇവർക്ക് ഓൺലൈനിലൂടെ ഇന്ത്യയിൽ എവിടെയുള്ള കാൻഡിഡേറ്റ്സിനും ട്രെയിനിങ് നൽകുന്നുണ്ട്. ഈ ട്രെയിനിങ്ങിലൂടെ 100% ജോബ് റെഡി ആകാൻ കഴിയും എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. മികച്ച പ്ലേസ്മെന്റ് സപ്പോർട്ടും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു കോഴ്സ് പഠിച്ച് ഈ അവസരങ്ങളിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നവര് വീഡിയോയിൽ തന്നെ നൽകിയിരിക്കുന്ന നമ്പറിൽ ആസ്ട്രോപ്പുമായി ബന്ധപ്പെടാം. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീമിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയാം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ജപ്പാനിലേക്കും ജർമ്മനിയിലേക്കും ഒക്കെ ഉള്ള ഈ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഒഡേപെക് ആണ്. ഒഡേപെക് എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റിന് കീഴിലുള്ള ഒരു ഏജൻസിയാണ്. ഇവർ അനൗൺസ് ചെയ്യുന്ന റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യ റിക്രൂട്ട്മെന്റ് സെമി കണ്ടക്ടർ എഞ്ചിനീയർ എന്നുള്ളതാണ്. 30ഓളം ഒഴിവുകളിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. നവംബർ 25 തീയതി വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ശമ്പളം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 2,12,000 ജാപ്പനീസ് യെൻ. ഒരു ജാപ്പനീസ് യെൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പി ആയിട്ട് ഏതാണ്ട് 54 പൈസയാണ്. അപ്പോൾ ഏകദേശം ഒരു 1 ലക്ഷത്തിലധികം ശമ്പളമുള്ള അവസരമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ എക്സ്പീരിയൻസ് 2 ഇയർ എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഇവിടേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ജപ്പാനിലേക്കാണ്. ജപ്പാനിൽ എവിടെയും ജോലി ചെയ്യാൻ തയ്യാറാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സെമി കണ്ടക്ടർ എഞ്ചിനീയർ 30 ഒഴിവുകളുണ്ട്. ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇവരാരെയായിരിക്കും ഇത് റിക്രൂട്ട് ചെയ്യുക, എക്സ്പീരിയൻസ് എന്നുള്ളത് ഇവർ പറയുന്നുണ്ട്. വി പ്രിഫർ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് സെമി കണ്ടക്ടർ നോളജ് ബാക്ക്ഗ്രൗണ്ട്. സെമി കണ്ടക്ടറുമായി ബന്ധപ്പെട്ട അറിവുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെയാണ് പ്രിഫർ ചെയ്യുന്നത്. എക്സ്പീരിയൻസ് ഓർ ഫ്രഷേഴ്സ് ക്യാൻ അപ്ലൈ എന്ന് സൂചിപ്പിക്കുന്നു. അപ്പം ഫ്രഷേഴ്സും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും ഒക്കെ അപേക്ഷിക്കാം. എന്നാൽ ഈ സെമി കണ്ടക്ടറിനെ കുറിച്ചൊരു ധാരണയുള്ളവരെ പ്രിഫർ ചെയ്യും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ? ബാച്ചിലേഴ്സ് ഡിഗ്രി, അതായത് BE അല്ലെങ്കിൽ BTech. അത് മെക്കാനിക്കൽ എഞ്ചിനീയർ ആകാം, ഇലക്ട്രിക്കൽ ആകാം, ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആകാം, കെമിക്കൽ എഞ്ചിനീയറിംഗ് ആകാം, മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ് ആയിരിക്കും, അല്ലെ റിലേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കഴിഞ്ഞുള്ള ഡീസൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായം 35 വയസ്സിൽ താഴെ ആയിരിക്കണം. ശമ്പളം ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു, ഏകദേശം 1 ലക്ഷത്തിന് അധികമായിരിക്കും. സ്റ്റാൻഡ് ബൈ പീരീഡ് എന്ന് ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് പ്രോജക്റ്റ് കിട്ടിയില്ലെങ്കിൽ തന്നെ 70% ശമ്പളത്തിൽ അവരെ നിങ്ങളെ എടുക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ റിക്രൂട്ട് ചെയ്തതിന് ശേഷം ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് അസൈൻ ചെയ്തില്ലെങ്കിൽ പോലും 70% ശമ്പളം കിട്ടും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഡ്യൂട്ടി അവേഴ്സ് വലിയ കുഴപ്പമില്ലാത്ത സമയമാണ്. 9 മുതൽ രാവിലെ 9 മുതൽ 5:30 വരെ, അല്ലെങ്കിൽ 8:20 മുതൽ 5 വരെ, അല്ലെങ്കിൽ 9 മുതൽ 6 മണി വരെ. ഒന്നും വലിയ കുഴപ്പമില്ല. ഓവർ ടൈം അത് എക്സ്ട്രാ ലഭ്യമാകും, കമ്പനി പോളിസി പ്രകാരം ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആഴ്ചയിൽ 2 ദിവസം അവധി ഉണ്ടായിരിക്കും. ആനുവൽ ഹോളിഡേയ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. വർഷത്തിൽ ഏതാണ്ട് 125 ഡേയ്സ് ഹോളിഡേയ്സ് ഉണ്ടായിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു വർഷത്തിൽ 1/3 സമയം
ഏകദേശം ആനുവൽ ഹോളിഡേയ്സ് ലഭിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ 10 ദിവസത്തെ പെയ്ഡ് വെക്കേഷൻ ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ 10 days ഫോർ ദ ഫസ്റ്റ് ഇയർ ആഫ്റ്റർ ജോയിൻ ചെയ്ത് 6 മാസത്തിന് ശേഷം 10 ദിവസത്തെ പെയ്ഡ് വെക്കേഷൻ മാസം ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കമ്പനിയുടെ ഡോർമെട്രി സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ 70% കമ്പനി തന്നെ പേ ചെയ്യും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കമ്മ്യൂട്ടിംഗ് അലവൻസ്, അതായത് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ റുപ്പീസ് ഒരു 25,000-30,000 രൂപ നിങ്ങൾക്ക് ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതർ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കോംപ്രിഹെൻസീവ് സോഷ്യൽ ഇൻഷുറൻസ് ഉണ്ട്, ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട്, മെറ്റേണിറ്റി ലീവ് ഉണ്ട്, സബ്സിഡൈസ്ഡ് സ്പോർട്സ് ക്ലബ് യൂസേജ് ഉണ്ട്, കരിയർ കൺസൾട്ടിംഗ് ഉണ്ട്, മെൻ്റൽ ഹെൽത്ത്, സെൽഫ് കെയർ ടൂൾസ്, ഇങ്ങനെ കുറേ അതർ ബെനിഫിറ്റ്സ് ഒക്കെ, വെഡിങ് ആൻഡ് മെറ്റേണിറ്റി ഗിഫ്റ്റ്സ്, അപ്പോൾ അങ്ങനത്തെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പരിശോധിക്കാനായിട്ട് സാധിക്കും. ഇനീഷ്യലി 1 ഇയറിലേക്കായിരിക്കും റിക്രൂട്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമെന്നാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ സാലറി വൺസ് ഇൻ എ മന്ത് സാലറി ഇൻക്രിമെൻ്റ് ലഭ്യമാകും. അതേപോലെ വർഷത്തിൽ 2 പ്രാവശ്യം ബോണസ് ഉണ്ടായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. റീ അലൊക്കേഷൻ അലവൻസ്, അതായത് ഇവിടുന്ന് വിദേശത്തേക്ക് പോകുമ്പോൾ ഒരു 50,000 55,000 രൂപ നിങ്ങൾക്ക് റീ അലൊക്കേഷൻ അലവൻസ് ആയിട്ട് ആദ്യം തന്നെ ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഈ അവസരങ്ങളിലേക്കൊക്കെ എത്താൻ ജാപ്പനീസ് ലാംഗ്വേജ് അറിയണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ജാപ്പനീസ് ലാംഗ്വേജിൽ പല ലെവലുണ്ട്. അതിനകത്തെ ഏറ്റവും സിമ്പിൾ ലെവൽ എന്ന് പറഞ്ഞാൽ N5 ആണ്. എന്നാൽ ഈ അവസരങ്ങളിലേക്ക് എത്താൻ N4 ലെവല്, അതായത് ഏറ്റവും സിമ്പിൾ N5 ആണ്, ഏറ്റവും ഹാർഡ് N1 ആണ്. അതിൽ N5ഉം N4ഉം നേടിയിരിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ ഇവർ നൽകും. ആ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ഫീസ് നൽകേണ്ടതായിട്ട് വരും, 90,000 രൂപ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വിസയുടെ ഫീയും നിങ്ങൾ ബെയർ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ ഈ ജോയിനിങ് എയർ ടിക്കറ്റ് ഒക്കെ കമ്പനി റീംബേഴ്സ് ചെയ്യും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ ആദ്യത്തെ ഈ വിസയുടെ ചാർജും അതും ഈ ലാംഗ്വേജ് ട്രെയിനിങ്ങും ഒക്കെ ആയിട്ടാണ്. റീ അലൊക്കേഷൻ ബോണസ് നിങ്ങൾക്ക് 50,000 രൂപ തരും എന്ന് ഞാൻ സൂചിപ്പിച്ചത്. പിന്നെ ഇതിൻ്റെ ജോയിനിങ് മിക്കവാറും അടുത്ത വർഷമായിരിക്കും എന്നുള്ള കാര്യം ഓർക്കും. അതായത് നിങ്ങൾ ലാംഗ്വേജ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് അടുത്ത വർഷമായിരിക്കും ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരിക. ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്നൊക്കെ ഡോക്യുമെൻറ്റ്സ് കയ്യിൽ കരുതണം. ഞങ്ങളുടെ റെസ്യൂമേ കാണണം, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് കോപ്പി, ആധാറിൻ്റെ കോപ്പി, ഫോട്ടോ, ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും വേണ്ടത്. അപ്പം ഇതാണ് ഒരവസരം, ജപ്പാനിലേക്കുള്ള ഒരവസരം. ഇനി നമുക്ക് മറ്റ് അവസരങ്ങൾ കൂടി പരിശോധിക്കാം. ജപ്പാനിലേക്കുള്ള 2ാമത്തെ റിക്രൂട്ട്മെൻറ്റ്, അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓട്ടോമൊബൈൽ സർവീസ് ആൻഡ് കസ്റ്റമർ സപ്പോർട്ട് അസോസിയേറ്റ് എന്നുള്ളതാണ് 2ാമത്തെ റിക്രൂട്ട്മെൻറ്റ്. ഇതും നിങ്ങൾക്ക് നവംബർ 25 വരെ അപേക്ഷിക്കാൻ കഴിയും. ഇവിടെ 2 ലക്ഷം ജാപ്പനീസ് യെൻ ആയിരിക്കും, അതായത് 1 ലക്ഷത്തിന് മേളിലായിരിക്കും ഇവിടെ ശമ്പളം. ഇവിടെയും ഇവിടേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ ഡീറ്റെയിൽസ്. ഇത് സപ്പോറോ സിറ്റിയിലേക്കാണ് ഈ ഒരു ഹയറിങ് നടക്കുന്നത്. ജപ്പാനിലുള്ള വളരെ മനോഹരമായ ഒരു ഏരിയയാണ് ഈ സപ്പോറോ എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം ജപ്പാൻ സന്ദർശിച്ചിരുന്നു. വളരെ മനോഹരമായ ഒരു രാജ്യമാണ് ജപ്പാൻ എന്നുള്ളത്. എന്നാൽ ഈ സപ്പോറോ സിറ്റി ഒരു അല്പ തണുപ്പൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് എന്നുള്ള കാര്യം അറിയുക. അപ്പോൾ അങ്ങോട്ടേക്കായിരിക്കും 20 ഒഴിവുകളാണുള്ളത് ഈ ഓട്ടോമൊബൈൽ സർവീസ് ആൻഡ് കസ്റ്റമർ സപ്പോർട്ട് അസോസിയേറ്റ് എന്ന തസ്തികയിൽ. ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ആർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഗ്രാജുവേറ്റ് ഓഫ് എഞ്ചിനീയറിംഗ് ഡിഗ്രി, അതായത് BTech, അത് ഓട്ടോമൊബൈലിൽ കഴിഞ്ഞവർക്കാണ്, അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മെഷീനറി, പ്രിസിഷൻ മെഷീനറി, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, അങ്ങനെയൊക്കെ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. ഓട്ടോമൊബൈൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് പ്രിഫറൻസ് നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇൻ കാർ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഉള്ളവരെ മാൻഡേറ്ററി അല്ല, അതൊരു ബോണസ് ആയിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. പകൽ തന്നെ ആയിരിക്കും വർക്കിംഗ് ടൈമിംഗ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓവർ ടൈം ചെയ്യുന്നതിനൊക്കെയുള്ള ബെനിഫിറ്റ്സ് ലഭ്യമാകുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആഴ്ചയിൽ 2 ദിവസം ഹോളിഡേ ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ അറിയുക. പിന്നെ പെയ്ഡ് വെക്കേഷൻ വർഷത്തിൽ 10 ദിവസം ഉണ്ടായിരിക്കും. പിന്നെ ഹൗസിംഗ് അസിസ്റ്റൻസ്, അങ്ങനത്തെ താമസത്തിനൊക്കെയുള്ള ഫണ്ടിങ് ഒക്കെ തരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കമ്മ്യൂട്ടിംഗ് അലവൻസ്, നിങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രതിമാസം 15,000 yen, ഏകദേശം ഒരു 8,000 രൂപ ഒക്കെ ലഭ്യമാവും. ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് 1 ഇയർ കോൺട്രാക്റ്റ് ആയിരിക്കും. പെർഫോമൻസ് അനുസരിച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടേക്കാം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം 1 ഇയർ, എവറി ഇയറിൽ സാലറി ഇൻക്രിമെൻ്റ് ഉണ്ടായിരിക്കും. ബോണസ് ഉണ്ടായിരിക്കും. ആ കാര്യങ്ങൾ വർഷത്തിൽ 2 പ്രാവശ്യമായിരിക്കും ബോണസ് ഉണ്ടാവുക. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഇവിടെയും ജാപ്പനീസ് ലാംഗ്വേജ് നിങ്ങൾ അറിയണം. ഇവിടെ N5 മതി. മുമ്പ് ഞാൻ സൂചിപ്പിച്ചെടുത്ത് N4 ലെവൽ വേണമായിരുന്നു. ഇവിടെ N5 ലെവല് ജാപ്പനീസ് ലാംഗ്വേജ് ആണ്. N5 എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള
ഒരു ലെവലാണ്. അതിൻ്റെ ട്രെയിനിങ് ഒക്കെ നിങ്ങൾക്ക് തരും. അതിന് 30,000 രൂപ പേ ചെയ്യേണ്ടതായിട്ട് വരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി നിങ്ങളുടെ ജോയിനിങ് ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എംപ്ലോയർ റീംബേഴ്സ് ചെയ്യുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ജപ്പാനിലേക്കുള്ള രണ്ടാമത്തെ റിക്രൂട്ട്മെൻറ്റ്. ഇനി ജപ്പാനിലേക്കുള്ള മൂന്നാമത്തെ അവസരം, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. എവിടേക്ക് വന്നാൽ ഇത് ഓട്ടോമോട്ടീവ് ടെക്നീഷ്യൻ എന്നുള്ളതാണ്. ആ മൂന്നാമത്തെ ഇതും ഞങ്ങൾക്ക് നവംബർ 25 വരെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇത് ഫൂക്കു സിറ്റി ടോക്കിയോയിലേക്കാണ്. ടോക്കിയോ എന്ന് പറഞ്ഞാൽ ജപ്പാൻ്റെ ക്യാപിറ്റലാണ്. വളരെ മനോഹരമായ ഒരു സിറ്റിയാണ്. അങ്ങോട്ടേക്കാണ് ഈ ഒരു ഹയറിങ് നടക്കുന്നത്. ഓട്ടോമോട്ടീവ് ടെക്നീഷ്യൻ 25 ഒഴിവുകളാണുള്ളത്. ഇവരുടെ സൂചിപ്പിക്കുന്നുണ്ട് എക്സ്പീരിയൻസ് ഇൻ ബസ് അല്ലെങ്കിൽ കാർ മെയിൻ്റനൻസ്. അതൊരു ബോണസ് ആയിരിക്കും, അത് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒരു ബോണസ് ആയിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കായിരിക്കും ഈ ഒരു അവസരമുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്, കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഒബ്റ്റെയിൻ എ കാർ ഡ്രൈവിംഗ് ലൈസൻസ് ഇൻ ഇന്ത്യ ഫോർ 3 months ബിഫോർ കമ്മിങ് ടു ജപ്പാൻ. ഇന്ത്യൻ കാർ ലൈസൻസ് ഒക്കെ ഉണ്ടായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. മെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കും അവസരമുള്ളത്. ഇവിടെ വേണ്ട 1 ലക്ഷത്തിന് മേളിലായിരിക്കും ശമ്പളമുള്ളത്. വർക്കിംഗ് ടൈം ഒക്കെ മോർണിംഗ് ഷിഫ്റ്റ് ആയിരിക്കും. 20 hours പെർ മന്ത് ഓവർ ടൈം ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം മുമ്പ് സൂചിപ്പിച്ച പോലെ ഹൗസിംഗ് അലവൻസ് ഉണ്ട്, മറ്റ് അലവൻസുകളുണ്ട്, ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ പരിശോധിക്കാവുന്നതാണ്. ഇവിടെയും ജാപ്പനീസ് ലാംഗ്വേജ് N5 ഏറ്റവും സിമ്പിളായിട്ടുള്ള ലെവല് അത് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ബാക്കി കാര്യങ്ങൾ. ഇവിടെ ഒരു ജാപ്പനീസ് ലാംഗ്വേജ് പഠിക്കുന്നതിന് 30,000 രൂപ ട്രെയിനിങ് ഫീ ഉണ്ടായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ ജപ്പാനിൽ തന്നെ ഒരവസരം കൂടി ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ജർമ്മനിയിലെ അവസരം കൂടി ഒന്ന് പരിശോധിക്കാം. ജപ്പാനിലെ മൂന്നാമത്തെ അവസരം, എന്താ ഇവിടെ 4ാമത്തെ അവസരം, ഇത് കെയർ ഗിവേഴ്സിൻ്റെ അവസരമാണ്. കെയർ ഗിവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശമ്പളം കാണാൻ സാധിക്കും 2,20,000 വരെ, അതായത് ഒരു 1.25 ലക്ഷം രൂപ ഇന്ത്യൻ റുപ്പീസ് ഒക്കെ ആയിരിക്കും പ്രതിമാസം ലഭ്യമാവുക. അപ്പോൾ ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള അവസരമായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഫ്രഷേഴ്സ് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഫ്രഷേഴ്സ് ആകുമ്പം ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ഹെൽത്ത് കെയറിൽ ഏതെങ്കിലും ഒരു ഡിഗ്രിയോ ഡിപ്ലോമയോ നേടിയിരിക്കണം. അതായത് ANM അല്ലെ GNM ജനറൽ നഴ്സിങ്ങോ ANMോ അല്ലെ BSc നഴ്സിങ്ങോ കഴിഞ്ഞവരായിരിക്കണം ഫ്രഷേഴ്സ് ആണെങ്കിൽ. അതേപോലെ ജാപ്പനീസ് ലാംഗ്വേജിൽ ഒരു സ്കില്ല് നേടിയിരിക്കണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. SSW റിലേറ്റഡ് എക്സാം, SSWനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ മറ്റ് വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കുക. ഇനി നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഹെൽത്ത് കെയറിൽ ഡിഗ്രിയോ ഡിപ്ലോമയോ ഒന്നും വേണ്ട, സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിനും അപേക്ഷിക്കാം. ഉദാഹരണത്തിന് GDA ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അല്ലെ ജെറിയാട്രിക് കെയർ, ഇതൊക്കെ വളരെ ചെറിയ കോഴ്സുകളാണ്. 6 മാസത്തെയൊക്കെ കോഴ്സുകൾ നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള കോഴ്സ് കഴിഞ്ഞവർക്ക് 6 months എങ്കിലും ആ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ജാപ്പനീസ് ലാംഗ്വേജ് അറിയണം, അതിൻ്റെ ട്രെയിനിങ് എടുക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 27 വയസ്സ് വരെ ആയിരിക്കും മാക്സിമം പ്രായം. ഇംഗ്ലീഷും അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കും അവസരം. നിങ്ങളുടെ റെസ്യൂമെ, ആധാർ കാർഡ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർ, അത് പാസ്പോർട്ട്, ഇത്രയും ഡോക്യുമെന്റ്സ് ഒക്കെ ആയിരിക്കും ആവശ്യമായിട്ട് വരിക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെയും ജാപ്പനീസ് ലാംഗ്വേജ് പഠിപ്പിക്കാനായിട്ടുള്ള ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ എക്സാം ഫീ ഉണ്ട്, വിസ ഫീ ഒക്കെ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. കാര്യങ്ങളൊക്കെ ഇവരെ വളരെ വിശദമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ശമ്പളത്തിൻ്റെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്, മറ്റ് ബെനിഫിറ്റ്സും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് 4 ഹയറിങ്ങുകൾ ജപ്പാനിലേക്ക് ലഭ്യമായിരിക്കുന്നത്. ഇനി നമുക്ക് ജർമ്മനിയിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റിനെയും കൂടെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഇവിടേക്ക് വന്നാൽ ഈ ഒഡേപ്പക്ക് തന്നെയാണ് ഈ ജർമ്മനിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഇവിടെ വന്നാൽ ഫ്രീ റിക്രൂട്ട്മെന്റ്, ഇതിന് പ്രത്യേകിച്ച് എക്സ്പെൻസ് ഒന്നും ഇല്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. BSc നേഴ്സുമാർക്കായിരിക്കും ജർമ്മനിയിലേക്ക് അവസരങ്ങളുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഗ്രാജുവേറ്റ് നേഴ്സസ് ഫ്രീ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം ടു ജർമ്മനി. അപ്പോൾ ആർക്കായിരിക്കും ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ നേഴ്സിംഗ്, അതായത് BSc നേഴ്സിംഗ് കഴിഞ്ഞ് 2 വർഷമെങ്കിലും മിനിമം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അവസരമുണ്ട്. 40 വയസ്സിൽ താഴെ ആയിരിക്കണം പ്രായം. അതിൻ്റെ സാലറി 4,000 യൂറോ വരെ. 4,000 യൂറോ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു 33,80,000 രൂപയൊക്കെ വരെ വരും. അത്രയൊക്കെ ശമ്പളമുണ്ട്. 3 year ആയിരിക്കും. അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മാക്സിമം 40 മണിക്കൂറൊക്കെ ആയിരിക്കും പ്രതി ആഴ്ച ജോലി ചെയ്യേണ്ടതായിട്ട് വരിക. എയർ ടിക്കറ്റ്, വിസയൊക്കെ കമ്പനി എടുക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ലാംഗ്വേജ് ട്രെയിനിങ് സൗജന്യമായിരിക്കും. വിസ പ്രോസസ്സിങ് സൗജന്യമായിരിക്കും.
ഡോക്യുമെന്റ് ട്രാൻസ്ലേഷന്, അങ്ങനത്തെ കാര്യങ്ങൾ, ഫ്രീ കോച്ചിങ് ആൻഡ് ട്രെയിനിങ്, ഇതെല്ലാം സൗജന്യമായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് നവംബർ 20 വരെ അപേക്ഷിക്കാം. ജപ്പാനിലേക്കുള്ളത് നവംബർ 25 വരെ അപേക്ഷിക്കാം. അപ്പോൾ ഈ ഓരോ വേക്കൻസിയുടെയും ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. അപ്പോൾ ഈ ജപ്പാനിലേക്കുള്ള 4 റിക്രൂട്ട്മെന്റിന്റെയും അതേപോലെ ജർമ്മനിയിലേക്കുള്ള സൗജന്യ റിക്രൂട്ട്മെന്റിന്റെയും ഒക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒഡേപെക്കിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഏതായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് ഈ ഗവൺമെന്റിന് തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി കൃത്യമായ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അതായത് ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.